2024 കേന്ദ്രമന്ത്രിസഭയിലെ മന്ത്രിമാരും അവരുടെ വകുപ്പുകളാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ നമുക്കറിയാം പ്രധാനമന്ത്രി ആരാ? നരേന്ദ്രമോദിയാണ്. അപ്പോൾ നരേന്ദ്രമോദി നിന്ന ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് വാരണാസിയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആൾ നിന്നിരുന്ന ലോക്സഭാ മണ്ഡലം വാരണാസിയാണ്. വകുപ്പുകൾ നോക്കണ്ട പ്രധാനമന്ത്രിയുടെ, കാരണം മറ്റുള്ള മന്ത്രിമാരുടെ വകുപ്പുകൾ നോക്കുക. അതൊഴികെയുള്ള ബാക്കി എല്ലാ വകുപ്പുകളും ആർക്കാണ്? പ്രധാനമന്ത്രിക്കാണ് വരുന്നത്. അടുത്ത് നമ്മൾ നോക്കുന്നത് പ്രതിരോധമാണ്. പ്രതിരോധം എന്ന് പറയുന്നത് ശ്രീ രാജ്നാഥ് സിംഗ് ആണ്. പ്രതിരോധം ശ്രീ രാജ്നാഥ് സിംഗ്. അപ്പോൾ നമുക്കറിയാം പ്രതിരോധം അല്ലെങ്കിൽ ഡിഫൻസ് എന്ന് പറയുമ്പോൾ രാജ്യത്തിന് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അതിനെ പ്രതിരോധിക്കുന്നത് ആ രാജ്യത്തിൻ്റെ നാഥനായിരിക്കും, അല്ലേ? നമ്മൾ പറയില്ലേ, നമ്മുടെ രാജ്യത്തിൻ്റെ കാവൽ എന്ന് പറയുന്നത് നാഥനായിരിക്കും. അപ്പോൾ രാജ്നാഥ് സിംഗ് ആളാണ് പ്രതിരോധം. അപ്പോൾ രാജ്യത്തിന് പ്രശ്നം വരുമ്പോൾ പ്രതിരോധിക്കുന്നത് രാജ്യത്തിൻ്റെ നാഥനായിരിക്കും ആലോചിക്കുക. ശ്രീ രാജ്നാഥ് സിംഗ് ആണ് പ്രതിരോധം കൈകാര്യം ചെയ്യുന്നത്. അടുത്തത് അമിത്ഷാ. അമിത്ഷാ കൈകാര്യം ചെയ്യുന്നത് ആഭ്യന്തര കാര്യം സഹകരണം. അമിത്ഷാ കൈകാര്യം ചെയ്യുന്നത് ആഭ്യന്തര കാര്യം, പിന്നെ അതുപോലെ തന്നെ സഹകരണം. അപ്പോൾ നമുക്ക് അമിത്ഷാ ആ പേരിൽ നിന്ന് തന്നെ ആ വെച്ചിട്ട് വരുമ്പോൾ ആഭ്യന്തരം, ഷ എന്ന് പറയുമ്പോൾ സഹകരണം, അങ്ങനെ എടുക്കാം. അപ്പോൾ ആ പേരിൽ നിന്ന് തന്നെ എടുക്കുക. അല്ലെങ്കിൽ ആഭ്യന്തരം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാലോ, ഏറ്റവും അമിതമായിട്ട് സ്വാതന്ത്ര്യം കിട്ടുന്നതൊക്കെ ഇതിലാണ്, ആഭ്യന്തര കാര്യത്തിലാണ്. അപ്പം അങ്ങനെ ആലോചിച്ചാലും മതി. അല്ലെങ്കിൽ അമിത്ഷാ ആ ആഭ്യന്തരം, ഷ സഹകരണം, അങ്ങനെ ആലോചിച്ചാലും മതി. ഇനി അടുത്തത് നിതിൻ ജയറാം ഗഡ്കരി. നിതിൻ ഗഡ്കരി റോഡ് ഗതാഗതം ഹൈവേസ്. അതിൽ ആ ഗഡ്കരിയിലെ ഗായ എടുത്താൽ മതി, അപ്പോൾ ഗതാഗതം എന്ന് കിട്ടും. അപ്പോൾ ഗതാഗത മന്ത്രി എന്ന് പറയുന്നത് ആരാണ്? നിതിൻ ഗഡ്കരി. ആ ഗാ വെച്ചിട്ട് എടുക്കുക. അടുത്ത് നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, ധനകാര്യമന്ത്രി, അതുപോലെ കോർപ്പറേറ്റ് കാര്യങ്ങളിലൊക്കെ നോക്കുന്നത് നിർമ്മല സീതാരാമൻ. അത് കോഡിൻ്റെ ആവശ്യമില്ല. ധനകാര്യമന്ത്രി എന്ന് പറയുന്നത് നിർമ്മല സീതാരാമനാണ്. അടുത്തത് വിദേശകാര്യം, ഫോറിൻ അഫയേഴ്സ്. ഇതെന്ന് പറയുന്നത് ഡോക്ടർ സുബ്രഹ്മണ്യം ജയശങ്കർ. വിദേശകാര്യം ചെയ്യുന്നത് ഡോക്ടർ സുബ്രഹ്മണ്യം ജയശങ്കർ. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ സുബ്രഹ്മണ്യം ഹിന്ദുക്കളുടെ ഒരു ദൈവമാണ് സുബ്രഹ്മണ്യൻ, അല്ലേ? അപ്പോൾ ആളെപ്പോഴും മയിലിൻ്റെ പുറത്ത് ആകാശത്തായിരിക്കും. അപ്പോൾ സ്വന്തം ദേശത്ത് നിൽക്കാതെ എപ്പോഴും വേറെ ദേശത്തായിരിക്കും, അതായത് ആകാശത്തായിരിക്കും, വിദേശത്തായിരിക്കും എന്ന് ആലോചിച്ചാൽ മതി. ചിലപ്പോൾ ഇങ്ങനെയാവും ഓപ്ഷനിൽ തരിക, ഡോക്ടർ എസ് ജയശങ്കർ. സുബ്രഹ്മണ്യം എന്നുള്ള ടീം ഉണ്ടാവില്ല. അപ്പോൾ ജയശങ്കർ, ജയശങ്കർ എന്ന് പറയുമ്പോൾ സുബ്രഹ്മണ്യൻ്റെ അച്ഛൻ്റെ പേര് തന്നെയാണല്ലോ ശങ്കർ, ശങ്കരൻ. അപ്പോൾ അങ്ങനെ ആലോചിച്ചാലും മതി. വിദേശകാര്യം എന്ന് പറയുമ്പോൾ മനസ്സിൽ സുബ്രഹ്മണ്യൻ എന്ന് ഓർക്കുക. സുബ്രഹ്മണ്യൻ്റെ അച്ഛനാണ് ശങ്കർ. സുബ്രഹ്മണ്യ ജയശങ്കറാണ് വിദേശ കാര്യം. ഇനി അടുത്തത് ശിവരാജ് സിംഗ് ചൗഹാൻ. ആളാണ് കൃഷി, കർഷകക്ഷേമം, ഗ്രാമീണ വികസനം. അപ്പോൾ നമ്മൾ കൃഷി അല്ലെങ്കിൽ കർഷകർ അല്ലെങ്കിൽ ഗ്രാമത്തിലെ വികസനം, അപ്പോൾ അതൊക്കെ ബന്ധമായിട്ട് കൃഷിയൊക്കെ ചെയ്താലാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ അതങ്ങനെ കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ചവച്ച് തിന്നാൻ പറ്റുള്ളൂ. ചൗഹാൻ എന്ന് ആലോചിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി രാജ്നാഥ് സിംഗ് പറഞ്ഞു, രാജ്യത്തിൻ്റെ നാഥൻ എന്ന് പറയുമ്പോൾ പ്രതിരോധമാണ്. ഇവിടെ ശിവരാജ് സിംഗ് ചൗഹാൻ. അപ്പോൾ ഈ ചൗഹാൻ എന്നുള്ള ടീം വെച്ചിട്ട് കൃഷി ആലോചിക്കുക. കൃഷി, കർഷകക്ഷേമം, ഗ്രാമീണ വികസനമൊക്കെ ശിവരാജ് സിംഗ് ചൗഹാനാണ്. അടുത്തത് ശ്രീ മനോഹർ ലാൽ, ഹൗസിംഗ്, നഗരകാര്യം, ഊർജം. മനോഹർ ലാൽ. അപ്പോൾ നമ്മളിത് കേൾക്കുമ്പോൾ മോഹൻലാലിനെ ആലോചിക്കാം. മോഹൻലാലിന് നഗരത്തിൽ മനോഹരമായിട്ടുള്ളൊരു ഹൗസ് ഉണ്ട്. മോഹൻലാലിന് ലഭിക്കുന്ന എനർജിയൊക്കെ ആ ഹൗസിൽ നിന്നാണ് ആലോചിക്കുക. ഓക്കെ, അപ്പോൾ മോഹൻലാലിന് നഗരത്തിൽ മനോഹരമായിട്ടുള്ളൊരു ഹൗസ് ഉണ്ട്. അപ്പോൾ ആളുടെ എനർജിയൊക്കെ ആ ഹൗസിൻ്റെ ഉള്ളിലാണെന്ന് ആലോചിച്ചാൽ മതി. ശ്രീ മനോഹർ ലാൽ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ലാലിന് മനോഹരമായിട്ട് എന്താ ഉള്ളത്? ഒരു വീട്, ഹൗസാണ്. എവിടെയാ? നഗരത്തിൽ. അദ്ദേഹത്തിൻ്റെ എനർജിയൊക്കെ ആ വീട്ടിലാണുള്ളത്, അങ്ങനെ ആലോചിച്ചാൽ മതി. കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത് HD കുമാരസ്വാമി, വൻകിട വ്യവസായങ്ങൾ, സ്റ്റീല്. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ
കുമാരസ്വാമി എന്നൊക്കെ പറയുമ്പോൾ ഒരു തമിഴ് ടച്ച് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ കുമാരസ്വാമി നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ഒരു സ്റ്റീലിൻ്റെ വൻകിട ബിസിനസ്സുകാരനാണ് ആര്? കുമാരസ്വാമി എന്ന് ആലോചിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് വന്ന വൻകിട സ്റ്റീലിൻ്റെ വ്യവസായക്കാരനാണ് ആര്? കുമാരസ്വാമി എന്ന് ആലോചിച്ചാൽ മതി. അടുത്തത് വാണിജ്യം വ്യവസായം, പീയൂഷ് ഗോയൽ. ഈ പീയൂഷ് എന്ന് പറയുമ്പോൾ പൈസ എന്ന് ആലോചിക്കുക. പൈസ പോകുന്നത് വാണിജ്യത്തിലൂടെയും വ്യവസായത്തിലൂടെയാണെന്ന് ആലോചിക്കുക. പീയൂഷ് ഗോയൽ, പീയൂഷ് എന്ന് പറയുമ്പോൾ പൈസ എന്ന് ആലോചിക്കുക. പൈസ ഗോയൽ പോകുന്നത് വാണിജ്യം നടത്തിയിട്ടും വ്യവസായം നടത്തിയിട്ടാണെന്ന് ആലോചിക്കുക. അടുത്തത് ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ. ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ, വിദ്യാഭ്യാസം. ഇപ്പോൾ വിദ്യാഭ്യാസം സർവധനാൽ പ്രധാനം നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ പ്രധാനം എടുക്കുക. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പ്രധാൻ, സർവധനാൽ പ്രധാനം. അപ്പോൾ വിദ്യാഭ്യാസം ഒരു പ്രധാനമാണെന്ന് ആലോചിക്കുക. ധർമ്മേന്ദ്ര പ്രധാൻ. ഇനി അടുത്തത് ശ്രീ ജിതൻ റാം മാഞ്ചി. ശ്രീ ജിതൻ റാം മാഞ്ചി. അപ്പോൾ ഇതിൽ നമ്മൾ മഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തര സംരംഭങ്ങൾ, അതായത് ചെറുകിട കടകളിലും അതുപോലെ തന്നെ സൂക്ഷ്മ വ്യവസായങ്ങളിലൊക്കെ ലഭിക്കുന്ന ഒരു സംഭവമാണ് ഏത്? മഞ്ച് എന്ന് ആലോചിച്ചാൽ മതി. അതായത് മഞ്ച് എന്ന് പറഞ്ഞ സംഭവം ചെറിയ കടകളിൽ നിന്നും വലിയ മാർക്കറ്റിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്, അങ്ങനെ ആലോചിച്ചാലും മതി. ചെറുകിട ഇടത്തര സംരംഭങ്ങൾ എന്ന് പറയുമ്പോൾ മഞ്ച്, അതായത് ചെറുകിട കച്ചവട സ്ഥാപനങ്ങളിൽ നമുക്ക് എന്ത് ലഭിക്കാറുണ്ട്? മഞ്ച് ലഭിക്കാറുണ്ട് എന്ന് ആലോചിക്കുക. ഇനി അടുത്ത് ശ്രീ രാജീവ് രഞ്ജൻ സിംഗ് അല്ലെങ്കിൽ ലാലൻ സിംഗ്. അവളുടെ വേറൊരു പേരാണ് ലാലൻ സിംഗ്. ശ്രീ രാജീവ് രഞ്ജൻ സിംഗ് അല്ലെങ്കിൽ ലാലൻ സിംഗ്. പഞ്ചായത്ത് രാജ്, ഫിഷറീസ്, മൃഗസംരക്ഷണം, ക്ഷീരോത്പാദനം. അപ്പോൾ രാജീവ് അല്ലെങ്കിൽ ലാലൻ പഞ്ചായത്ത് പോയത് എന്തിനാണ്? ഫിഷറീസ്, മീൻ മേടിക്കാനാണ്. പക്ഷെ മീൻ കിട്ടിയില്ല, പകരം മൃഗത്തിൻ്റെ പാല്, അതായത് പശുവിൻ്റെ പാലോ എന്തെങ്കിലും ആലോചിച്ചാൽ മതി. പശുവിൻ്റെ പാല് മേടിച്ചിട്ട് കൊണ്ടുവന്നു. പഞ്ചായത്തിൽ പോയിട്ട് ആരാ? രാജീവ് കേട്ടോ. രാജീവ് അല്ലെങ്കിൽ ലാലൻ. രാജീവ് പഞ്ചായത്തിൽ പോയിട്ട് മീൻ മേടിക്കാൻ പോയതാണ്. മീൻ കിട്ടിയില്ല, അപ്പം എന്ത് വെച്ചു? മൃഗത്തിൻ്റെ പാല് മേടിച്ചിട്ട് വന്നു എന്ന് ആലോചിക്കുക. ഇപ്പം രാജീവ് രഞ്ജൻ സിംഗ് അല്ലെങ്കിൽ ലാലൻ സിംഗ് ഇതെന്ന് പറയുന്നത് പഞ്ചായത്ത് രാജ്, ഫിഷറീസ്, മൃഗസംരക്ഷണം, ക്ഷീരോത്സവം. ഓക്കെ. ശ്രീ സർബാനന്ദ സോനോവാൾ, തുറമുഖം, ഷിപ്പിംഗ്, ജലഗതാഗതം. ശ്രീ സർബാനന്ദ സോനോവാൾ. അപ്പോൾ ഈ തുറമുഖത്ത് അല്ലെങ്കിൽ ഷിപ്പിംഗ് അല്ലെങ്കിൽ ജലഗതാഗതം ഈ സ്ഥലങ്ങളിലൊക്കെ സർബത്ത് വിൽക്കുന്ന ആലോചിച്ചാൽ മതി. തുറമുഖത്തും ഷിപ്പിങ്ങും അവിടെയൊക്കെ ജലഗതാഗതം ആ സ്ഥലത്തൊക്കെ എന്ത് വിൽക്കും? സർബത്ത് വിൽക്കും, അങ്ങനെ ആലോചിച്ചാൽ മതി. ഡോക്ടർ വീരേന്ദ്രകുമാർ, സാമൂഹ്യനീതി ശാക്തീകരണം. ഡോക്ടർ വീരേന്ദ്രകുമാർ എന്ന് പറയുമ്പോൾ സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹ്യനീതി, അതുപോലെ തന്നെ ശാക്തീകരണം. അപ്പോൾ നമ്മൾ ശക്തി എന്ന് പറയുമ്പോൾ വീരേന്ദ്രം, ശക്തി, ആ വീര്യം കാണിക്കുക എന്നൊക്കെ ആലോചിക്കും അല്ലേ. അപ്പോൾ ശാക്തീകരണം, അങ്ങനെ ആലോചിച്ചാൽ മതി. പിന്നെ സോഷ്യൽ ജസ്റ്റിസ് അത് കണക്ട് ചെയ്തിട്ട് അങ്ങനെ പഠിക്കുക. ഓക്കെ, ശാക്തീകരണം, സോഷ്യൽ ജസ്റ്റിസ്, ഇത് വീരേന്ദ്ര കുമാറാണ്. ഇനി വ്യോമയാനം എന്ന് പറയുമ്പോൾ ശ്രീ കിഞ്ചരാപ്പു രാമോഹൻ റായിഡു. വ്യോമയാന മന്ത്രി എന്ന് പറയുന്നത് ശ്രീ കിഞ്ചരാപ്പു രാമോഹൻ നായിഡു. അപ്പോൾ ഈ വ്യോമയാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എയർലൈൻസ്, അതല്ലെങ്കിൽ വ്യോമയാന മന്ത്രി അല്ലേ. അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കൊരു മോഹമാണ്, ആകാശത്തിലൂടെ സഞ്ചരിക്കാൻ നമുക്കൊക്കെ ഒരു മോഹമാണ്. കിഞ്ചരാപ്പു, ചിലപ്പോൾ ഇങ്ങനെ ആലോചിച്ചോ, ആകാശത്തൂടെ വിമാനത്തിൽ സഞ്ചരിക്കാൻ ആഗ്രഹമാണ്, വിമാനത്തിലിരുന്നിട്ട് കിഞ്ചരാപ്പു, കിൻഡർ ജോയ് കഴിക്കാൻ മോഹമാണ് എന്ന് ആലോചിച്ചാൽ മതി.
ഇനി ശ്രീ പ്രഹ്ലാദ് ജോഷി. ശ്രീ പ്രഹ്ലാദ് ജോഷി എന്ന് പറയുമ്പോൾ ഉപഭോക്തൃ കാര്യങ്ങൾ, ഭക്ഷ്യം, പൊതുവിതരണം, ന്യൂ റിന്യൂവബിൾ എനർജി. പ്രഹ്ലാദ് ജോഷി. പ്രഹ്ലാദ് എന്ന് പറഞ്ഞാൽ ആഹ്ലാദാണ്, ജോഷ് എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്, സന്തോഷം എന്നുള്ളത് തന്നെയാണ് അല്ലേ. അപ്പോൾ ഉപഭോക്തൃ കാര്യങ്ങൾ, അതുപോലെ ഭക്ഷ്യം, പൊതുവിതരണം, ന്യൂ റിന്യൂവബിൾ എനർജി, അതൊക്കെ ആരാണ്? പ്രഹ്ലാദ് ജോഷിയാണ്. ഭയങ്കര ആഹ്ലാദത്തോടെ ജോഷായിട്ട് എടുക്കണം എന്ന് ആലോചിക്കാം. ഇനി ശ്രീ ജുവൽ ഓറം, ആദിവാസി ക്ഷേമം. ആദിവാസികൾ അവരുടെ ഒരു ജൂനൽ ഹോം ആലോചിച്ചാൽ മതി കേട്ടോ. ശ്രീ ജുവൽ ഓറം, ആദിവാസി ക്ഷേമം. ശ്രീ ഗിരിരാജ് സിംഗ്. അപ്പോൾ നമ്മളൊരു ശിവരാജ് സിംഗ് ചൗഹാൻ പറഞ്ഞു, രാജ്നാഥ് സിംഗ് പറഞ്ഞു, പിന്നെ അതുപോലെ എന്താ ഗിരിരാജ് സിംഗ്. രാജ്നാഥ് സിംഗ് എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ നാഥൻ, ടെക്സ്റ്റൈൽ. ഏതാ രാജ്യത്തിൻ്റെ നാഥൻ എന്ന് പറയുമ്പോൾ ഡിഫൻസ്. പിന്നെ ശിവരാജ് ചൗഹാൻ എന്ന് പറയുമ്പോൾ ചൗഹാൻ, കൃഷി. ഓക്കെ, ഇവിടെ ശ്രീ ഗിരിരാജ് സിംഗ് ആണ്, ടെക്സ്റ്റൈൽസ്. ടെക്സ്റ്റൈൽസിൽ എന്താ? തുണികളാണ്. തുണികൾ കീറുന്ന ആലോചിക്കുക, കീരി, കീറി, ഗിരി. ഓക്കെ, തുണികൾ കീറി, ഗിരി. ഗിരിരാജ് സിംഗ് എന്താണ്? ടെക്സ്റ്റൈൽസ് ആണ്. ഇനി അടുത്തത് ശ്രീ അശ്വിനി വൈഷ്ണവ്. അശ്വിനി വൈഷ്ണവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെയിൽവേ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്. ശ്രീ അശ്വിനി വൈഷ്ണവ്. അശ്വിനി വൈഷ്ണവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീയൊന്നല്ല, ഒരു പുരുഷനാണ്, അശ്വിനി വൈഷ്ണവ്. റെയിൽവേ, അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്. ഈ അശ്വിനി വൈഷ്ണവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിങ്ങനെ ആലോചിക്കാം, വൈകുക. വൈഷ്ണവ് എന്ന് പറയുമ്പോൾ വൈകുക. നമ്മുടെ ട്രെയിനൊക്കെ വൈകാറുണ്ട് അല്ലേ, ട്രെയിൻ വൈകാറുണ്ട്. അതുപോലെ എന്തെങ്കിലുമൊക്കെ ഇൻഫോർമേഷൻസ് കിട്ടാൻ വൈകാറുണ്ട്. അപ്പോൾ അതങ്ങനെ ആലോചിക്കാം, വൈകുക, വൈഷ്ണവ്. വൈകി എത്തുന്ന സംഭവമാണ് റെയിൽവേ ആയാലും ഇൻഫോർമേഷൻസ് ആയാലൊക്കെ വൈകി എത്തുന്നതാണെന്ന് ആലോചിക്കുക. അല്ലെങ്കിൽ ട്രെയിനൊക്കെ നല്ല സ്പീഡിലല്ലേ പോവുക. അശ്വിനി, കുതിരയുടെ പോലെ, അശ്വത്തിൻ്റെ പോലെ സ്പീഡിൽ വരുന്ന സംഭവങ്ങളാണ് ട്രെയിൻ അല്ലെങ്കിൽ ഇൻഫോർമേഷൻസ് എന്നൊക്കെ അങ്ങനെ ആലോചിക്കാം. ഇനി അടുത്തത് ജ്യോതിരാദിത്യ എം സിന്ധ്യ, കമ്മ്യൂണിക്കേഷൻസും വടക്ക് കിഴക്കൻ മേഖലയുടെ വികസനം. അതായത് ജ്യോതിരാദിത്യ, ആദിത്യ എന്ന് വെച്ചാൽ സൂര്യനാണ്. സൂര്യൻ്റെ ജ്യോതി എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ വെളിച്ചം. സൂര്യൻ്റെ വെളിച്ചം ആദ്യം വരുന്നത് എവിടെയാണ്? വടക്ക് കിഴക്കൻ മേഖലയിലാണ് അല്ലേ, നോർത്ത് ഈസ്റ്റ് മേഖലയിലാണ് ആദ്യം സൂര്യൻ്റെ പ്രകാശം എത്തുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആലോചിക്കാം, ഇപ്പോൾ ജ്യോതിരാദിത്യം, സൂര്യൻ്റെ വെളിച്ചം ആദ്യം വരുന്നത് അല്ലെങ്കിൽ അത് ആദ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വടക്ക് കിഴക്കൻ മേഖലയിലാണെന്ന് ആലോചിക്കാം. ഇനി അടുത്തത് ശ്രീ ഭൂപേന്ദർ യാദവ്, വനം, പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാനം. അപ്പോൾ നമ്മളിങ്ങനെ നോക്കിയാൽ വനമായാലും പരിസ്ഥിതി ആയാലും കാലാവസ്ഥയൊക്കെ നമ്മൾ ഭൂപടം നോക്കിയിട്ട് മനസ്സിലാക്കും. ഓക്കെ, അപ്പോൾ ഭൂപടം നോക്കിയിട്ടാണ് വനത്തിൻ്റെ കാര്യം, പരിസ്ഥിതിയുടെ കാര്യം, കാലാവസ്ഥയുടെ കാര്യം നോക്കണമെന്ന് ആലോചിക്കുക. ഭൂപേന്ദർ യാദവ്. അടുത്തത് ശ്രീ ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്, സംസ്കാരം, ടൂറിസം. അപ്പോൾ നമ്മൾ ടൂറൊക്കെ പോകുന്നത് ഗജേന്ദ്രം, അതായത് ആനയുടെ പുറത്തിരുന്നിട്ടാവണം. അതാണ് നമ്മുടെ സംസ്കാരം. നമ്മുടെ നാട്ടിൽ ആനകളൊക്കെ ഉണ്ട്. അപ്പോൾ ആന എന്ന് പറയുമ്പോൾ തന്നെ ഒരു സംസ്കാര മൃഗത്തിൻ്റെ പോലെയാണ്, അല്ല ഒരു പൈതൃക മൃഗം പോലെയാണ്. അപ്പോൾ ടൂറിനൊക്കെ പോകുമ്പോൾ ആനയുടെ പുറത്തിരിക്കുന്നതാണ് നമ്മുടെ സംസ്കാരം. ആനയുടെ പുറത്ത് പോകുന്നതാണ് നമ്മുടെ സംസ്കാരം. അങ്ങനെ ആലോചിക്കാം. ശ്രീമതി അന്നപൂർണ ദേവി, വനിതാ ശിശു ക്ഷേമ വികസനം. അപ്പോൾ ഇതിൽ അന്നപൂർണ ദേവി എന്ന് പറഞ്ഞാൽ ഭക്ഷണം തരും, നമ്മൾ പറയും ഭക്ഷണം തരുന്നവർ നമ്മൾ പറയും അന്നപൂർണേശ്വരി എന്ന് പറയും അല്ലേ. അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് അമ്മമാരാണ് ഫുഡൊക്കെ കൊടുക്കുക. അപ്പോൾ വനിതാ ശിശു ക്ഷേമ വികസനം എന്ന് പറയുന്നത് ഒരു അന്നപൂർണ ദേവി, കുട്ടികൾക്ക് ഭക്ഷണമൊക്കെ കൊടുക്കേണ്ടതല്ലേ. അപ്പം അങ്ങനെ ആലോചിക്കുക, അന്നപൂർണ ദേവിയാണ് വനിതാ ശിശു ക്ഷേമ വികസനം ആലോചിക്കുക. ഇനി അടുത്തത് ശ്രീ കിരൺ റിജിജു, പാർലമെന്ററി കാര്യം, ന്യൂനപക്ഷ കാര്യം. ഇത് ഹാൻഡിൽ ചെയ്യുന്നത് കിരൺ റിജിജു ആണ്. ഓക്കെ, അതങ്ങനെ പഠിച്ചു വയ്ക്കുക. കിരൺ റിജിജു, പാർലമെന്ററി അതുപോലെ തന്നെ ന്യൂനപക്ഷ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് കിരൺ റിജിജു ആണെന്ന് ആലോചിച്ച് വയ്ക്കുക. ഇനി അടുത്തത് ശ്രീ ഹർദീപ് സിംഗ് പുരി, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്.
പെട്രോളിയം നാച്ചുറൽ ഗ്യാസ് ഒക്കെ ഹർദീപ് സിംഗ് പുരിയാണ്. ഇപ്പോൾ പെട്രോളിയം അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസ്, ഇപ്പം നാച്ചുറൽ ഗ്യാസ് ഉപയോഗിച്ചിട്ട് നമ്മൾ പൂരി ഉണ്ടാക്കുകയാണ്. നാച്ചുറൽ ഗ്യാസ് ഉപയോഗിച്ചിട്ട് നമ്മൾ പൂരി ഉണ്ടാക്കുക എന്ന് ആലോചിക്കുക. അല്ലെങ്കിൽ പെട്രോളിയം എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ചെറിയൊരു ദീപം കത്തിക്കുക, ആ ദീപം കൊണ്ട് എന്താ പറയുക, നാച്ചുറൽ ഗ്യാസ് കൊണ്ട് പൂരി ഉണ്ടാക്കുക, അങ്ങനെ ആലോചിക്കാം. പെട്രോളിയം എന്ന് പറയുമ്പോൾ ദീപം ആലോചിക്കുക, നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുമ്പോൾ പൂരി ആലോചിക്കുക. അപ്പോൾ ഹർദീപ് സിംഗ് പുരിയാണ് പെട്രോളിയം നാച്ചുറൽ ഗ്യാസ്. ഇനി അടുത്തത് ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ. അപ്പം മനസ്സിന് സുഖമാണ്, ഒരു തൊഴിൽ, ഒരു ജോലി അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ, കായികപരമായി എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ യുവജനങ്ങൾക്കൊരു മനസ്സിന് സുഖമാണെന്ന് ആലോചിക്കാം. ഓക്കെ, അപ്പോൾ നല്ലൊരു തൊഴിൽ അല്ലെങ്കിൽ ജോലി അല്ലെങ്കിൽ കായികപരമായിട്ടുള്ള എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ യുവജനങ്ങൾക്ക് മനസ്സിന് സുഖം കിട്ടുമെന്ന് ആലോചിക്കാം. ഇനി അടുത്ത് ശ്രീജി കിഷൻ റെഡ്ഡി, കൽക്കരി ഖനി. കൽക്കരി അതുപോലെ തന്നെ ഖനി ഒക്കെ റെഡ്ഡിയാണ് എന്ന് പറയാം. കൽക്കരിയും ഖനിയൊക്കെ റെഡ്ഡിയാണ്, കിഷൻ റെഡ്ഡി. അപ്പോൾ കിഷൻ റെഡ്ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൽക്കരി, എന്ന് പറയുമ്പോൾ തന്നെ കിഷൻ കൽക്കരി, റെഡ്ഡി ഖനി. ഓക്കെ, അപ്പം അങ്ങനെ ആലോചിക്കാം. പിന്നെ ശ്രീ ചിരാഗ് പാസ്വാൻ, ഭക്ഷ്യ സംസ്കരണ വ്യവസായം. അപ്പോൾ ചിരാഗ് എന്ന് പറയുമ്പോൾ ചിരക എന്നൊക്കെ ആലോചിക്കുക. നമ്മൾ തേങ്ങ ചിരുകാറുണ്ടല്ലേ, തേങ്ങ ചിരുക എന്ന് പറയുമ്പോൾ അതൊരു ഭക്ഷണമാണ്. അപ്പോൾ ഭക്ഷ്യ സംസ്കരണ വ്യവസായം പറയുമ്പോൾ ചിരാഗ് പാസ്വാൻ, അങ്ങനെ ആലോചിക്കാം. ഓക്കെ, ഇനി അടുത്തത് ശ്രീ CR പാട്ടീൽ. പാട്ടയിൽ ജലം കൊണ്ടുവരും, ജലം പൊക്കിയെടുക്കാൻ ഭയങ്കര ശക്തി വേണം. അത് കിണറ്റിൽ നിന്ന് പാട്ടയിൽ വെള്ളം പൊക്കിക്കൊണ്ടുവരാൻ ഭയങ്കര ശക്തി വേണം, ജലശക്തി. CR പാട്ടീൽ, അങ്ങനെ ആലോചിക്കാം. ശ്രീ ജഗത് പ്രകാശ് നഡ്ഡ, ആരോഗ്യത്തിന് അല്ലെങ്കിൽ കുടുംബക്ഷേമത്തിന്, രാസവസ്തുക്കൾ, വളങ്ങൾ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആലോചിക്കാറുണ്ട്, നഡ്ഡ എന്ന് പറയുമ്പോൾ ആരോഗ്യത്തിന് നടക്കുന്നത് നല്ലതാണ്, കുടുംബക്ഷേമത്തിനായാലും പിന്നെ അതുപോലെ തന്നെ ആരോഗ്യ രാസവസ്തുക്കൾ ഉപയോഗിക്കാത്ത ഭക്ഷണങ്ങൾ കഴിക്കുന്നത്, ആരോഗ്യത്തിന് വളങ്ങൾ ഉപയോഗിക്കാത്ത വസ്തുക്കൾ കഴിക്കുന്ന ആരോഗ്യത്തിന് നല്ലതാണ്, അല്ലെങ്കിൽ കുടുംബത്തിന് നല്ലതാണ്, അങ്ങനെ ആലോചിക്കുക. അതിന് എക്സാമ്പിൾ എന്താ, നടക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണെന്ന് ആലോചിച്ചാൽ മതി. ശ്രീ ജഗത് പ്രകാശ് നഡ്ഡ, JP നഡ്ഡ എന്നൊക്കെയാണ് കൊടുക്കുക. നടക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പം അതങ്ങനെ ആലോചിക്കുക. ഇനി 5 സഹമന്ത്രിമാരുണ്ട്, ജസ്റ്റ് ഒന്ന് വെറുതെ വായിച്ചു പോവാം. ശ്രീ റാവു ഇന്ദ്രജിത് സിംഗ്, സ്ഥിതി വിവരക്കണക്ക്, പ്രോഗ്രാം നടപ്പിലാക്കൽ, ആസൂത്രണം, സംസ്കാരം. ജിതേന്ദ്ര സിംഗ്, ശാസ്ത്ര സാങ്കേതികം, ഭൂമിശാസ്ത്രം, പേഴ്സണൽ, പബ്ലിക് ഗ്രീവൻസസ്, പെൻഷൻ, ആണവോർജ വകുപ്പ്, ബഹിരാകാശ വകുപ്പ്. പിന്നെ അതുപോലെ തന്നെ ശ്രീ അർജുൻ റാം മേഘ്വാൾ, നിയമം, നീതിന്യായം, പാർലമെന്ററി കാര്യം. ശ്രീ ജാദവ് പ്രതാപ റാവു ഗണപതി റാവു, ആയുഷ്, കുടുംബക്ഷേമം. ശ്രീ ജയന്ത് ചൗധരി, സ്കിൽ ഡെവലപ്മെൻറ്റ്, സംരംഭകത്വം, വിദ്യാഭ്യാസം. ഇതാണ് 5 സഹമന്ത്രിമാർ. ഓക്കെ, ഇപ്പോൾ കേന്ദ്രമന്ത്രിസഭയിൽ നമ്മൾ പറഞ്ഞു, പ്രധാനമന്ത്രി ഉണ്ട് നരേന്ദ്രമോദി, ക്യാബിനറ്റ് മന്ത്രിമാർ ഒരു 30 പേരുണ്ട്. നമ്മൾ പ്രധാനപ്പെട്ടതിനൊക്കെ കോഡ് വെച്ച് നോക്കി. സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാർ 5 പേരാണ്. സഹമന്ത്രിമാർ എന്ന് പറഞ്ഞാൽ 36 പേരാണ്. ലോകസഭയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത് ജൂൺ 24 മുതൽ ജൂലൈ 3 വരെയാണ്. ആദ്യ സമ്മേളനം നടക്കുന്നത് ജൂൺ 24 മുതൽ ജൂലൈ 3 വരെയാണ്. ഇനി 15ാമത് ലോകസഭയിലെ മലയാളി സാന്നിധ്യം നമുക്കറിയാം, സുരേഷ് ഗോപി, അതുപോലെ തന്നെ ശ്രീ ജോർജ് കുര്യനാണ്. സുരേഷ് ഗോപി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളിയായ കേന്ദ്ര സഹമന്ത്രിയാണ്. വകുപ്പുകൾ എന്ന് പറയുന്നത് പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്, ടൂറിസം. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് തൃശ്ശൂരാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വകുപ്പ് പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്, ടൂറിസം. ഓക്കെ, ഇനി ശ്രീ ജോർജ് കുര്യൻ, ആളുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂനപക്ഷം, അതായത് നമുക്കറിയാം ഒരു ന്യൂനപക്ഷത്തിന് വേണ്ടിയിട്ടൊരു മന്ത്രി വേണം, അതുകൊണ്ടാണ് ക്രിസ്ത്യൻ ആയിട്ടുള്ള ഒരാളെ എടുക്കുന്നത് അല്ലേ. അപ്പോൾ ന്യൂനപക്ഷം, ഫിഷറീസ്, മൃഗസംരക്ഷണം, ക്ഷീരോത്പാദനം. അപ്പോൾ ഇവിടെ ഫിഷറീസ്, മൃഗസംരക്ഷണം, ക്ഷീരോത്പാദനം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു പഞ്ചായത്ത് രാജ്. അതിൻ്റെയൊക്കെ ചുമതല ആർക്കാണ്? രാജീവ് രഞ്ജൻ സിംഗ് അല്ലേ, അല്ലെങ്കിൽ ലാലൻ.
അപ്പോൾ ഇതിൻ്റെ സഹമന്ത്രി എന്ന് പറയുന്നത് ആരാണ്? ജോർജ് കുര്യനാണ്. ഇനി 16ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2014, 18ാമതാണ് കേട്ടോ. 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2014 7 ഘട്ടമായിട്ടാണ് നടന്നത്. ഏപ്രിൽ 19 മുതൽ ജൂൺ 1 വരെ. ജൂൺ 4-നാണ് ഫലം പ്രഖ്യാപിച്ചത്. ഇപ്പോൾ ലോക്സഭാ മണ്ഡലങ്ങൾ എത്ര എണ്ണമുണ്ട്? 543 എണ്ണമുണ്ട്. അതിൽ NDAക്ക് 292 സീറ്റ് ലഭിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെൻറ്റ് ഇൻക്ലൂസീവ് അലയൻസ്, അതായത് INDIA 234 സീറ്റും മറ്റുള്ളവർക്ക് 17 സീറ്റുമാണ് ലഭിച്ചിട്ടുള്ളത്. കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുണ്ട്. 20 ലോക്സഭാ മണ്ഡലങ്ങളാണ്. അതിൽ 18 സീറ്റും UDFനും LDFന് 1 സീറ്റ്, BJPക്ക് 1 സീറ്റാണ് കിട്ടിയത്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നത് ഏപ്രിൽ 26, 2024 ഏറ്റവും കൂടുതൽ വോട്ടർമാർ മലപ്പുറത്തും കുറവ് വയനാടുമാണ് ഉള്ളത്. പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് 73.16%. ഏറ്റവും കൂടുതൽ പോളിംഗ് വടകരയും കുറവ് പോളിംഗ് പത്തനംതിട്ടയാണ്. ഏറ്റവും കൂടുതൽ വോട്ട് നേടി ഭൂരിപക്ഷം നേടിയത് രാഹുൽ ഗാന്ധിയാണ്. ഏറ്റവും കുറവ് ഭൂരിപക്ഷം നേടി വിജയിച്ചത് അടൂർ പ്രകാശാണ്. കേരളത്തിൽ നിന്നും ആദ്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച BJP സ്ഥാനാർത്ഥി എന്ന് ചോദിക്കുമ്പോൾ സുരേഷ് ഗോപിയാണ്. ഓക്കെ, ഏതാ മണ്ഡലം? തൃശ്ശൂർ. ഒരേ മണ്ഡലത്തിൽ 10 തവണ മത്സരിച്ച് 8 തവണയും ജയിച്ച് റെക്കോർഡ് നേടിയത് കൊടിക്കുന്നിൽ സുരേഷാണ്, മാവേലിക്കര മണ്ഡലം. ഇനി നരേന്ദ്രമോദിനെ പറ്റിയിട്ടാണ്. സത്യപ്രതിജ്ഞ ചെയ്തത് ജൂൺ 9, 2024. സത്യവാചകം ചൊല്ലിക്കൊടുത്തത് ആരാ? ഇന്ത്യൻ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവാണ്. സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നത് രാഷ്ട്രപതി ഭവനിലാണ്. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് ശേഷം തുടർച്ചയായി 3-ാം തവണയും തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രധാനമന്ത്രിയാണ് നരേന്ദ്ര മോദി. ഇനി ഘടകകക്ഷികളിൽ നിന്ന് ക്യാബിനറ്റ് മന്ത്രിപദം ലഭിച്ചത് ആരൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുമാരസ്വാമിയാണ്. കുമാരസ്വാമി ഏത് വകുപ്പാണ്? നമുക്കൊന്ന് ഓർത്ത് വെക്കാം. നമ്മൾ പറഞ്ഞു സ്റ്റീല്, വൻകിട വ്യവസായം അല്ലേ, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു മറുനാട്ടുകാരനാണ് കുമാരസ്വാമി. പിന്നെ ജിതിൻ റാം മാഞ്ചി. മാഞ്ചി എന്ന് പറയുമ്പോൾ ചെറുകിട വ്യവസായം, സൂക്ഷ്മ ചെറുകിട വ്യവസായം. രാജീവ് രഞ്ജൻ സിംഗ് ലാലൻ സിംഗ്, പഞ്ചായത്ത് രാജ്, ഫിഷറീസ്, മൃഗസംരക്ഷണം. പിന്നെ എന്തോന്നുകൂടി പറഞ്ഞല്ലോ, ക്ഷീരോത്പാദനം. റാം മോഹൻ നായിഡു. മോഹമാണ് നമുക്ക്. എന്തിനാ മോഹം? വ്യോമയാനം. പിന്നെ ചിരാഗ് പാസ്വാൻ, ഭക്ഷ്യ സംസ്കരണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കോഡ് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന് പറയുന്നത് കിങ്ങരാപ്പു റാം മോഹനാണ്. കിങ്ങരാപ്പു റാം മോഹൻ എന്ന് പറയുന്നത് ആരാണ്? റാം മോഹൻ. മോഹം എന്ന് പറയുമ്പോൾ ആരാണ്? നമ്മുടെ വ്യോമയാനം. ഓക്കെ, 37 വയസ്സാണ്. 37 വയസ്സ്. ഓക്കെ, ഇനി അടുത്തത് വനിതാ പ്രാതിനിധ്യം. 74 വനിതകളാണ് ഇത്തവണ ലോകസഭയിലുള്ളത്. 17ാമത് ലോകസഭയിൽ എത്ര പേരുണ്ടായിരുന്നു? 78 പേരുണ്ടായിരുന്നു. ഇപ്പോൾ 18ാമതാണ്. എത്ര പേരുള്ളത്? 74 വനിതകളാണ്. ഇനി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനാർത്ഥി മുകേഷ് ദലാലാണ്. ഗുജറാത്തിലെ സൂറത്ത് മണ്ഡലത്തിലാണ്. അത് ഗുജറാത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ആളുടെ നാമനിർദ്ദേശ പത്രിക അസാധുവാക്കിയതിനെ തുടർന്നാണ് ദലാൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത്, മുകേഷ് ദലാൽ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കേന്ദ്രമന്ത്രിസഭ എന്നുള്ള സംഭവം. അപ്പോൾ തിരുവനന്തപുരം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ചെറിയ കോഡൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് പറഞ്ഞിട്ടുള്ളത്. റിപ്പീറ്റ് അടിച്ച് കേട്ടിട്ട് പഠിക്കാൻ നോക്കി നോക്കാം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. 30 പേരുടെ പേര് ഓർത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പണിയുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും നോക്കി വയ്ക്കുക. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.